Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BA BSc കാരുടെ മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പാർട്ട് 1 വീഡിയോ ആയിട്ട്, പാർട്ട് 2 വീഡിയോ ആയിട്ട് സെക്ഷൻ Bയും Cയും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടികളുടെ ചാനൽ കൂടി ഞാനിതിൽ ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടി നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഇതൊരു റിക്വസ്റ്റാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻസ് പലതും ഞാനിട്ട നോട്ട്സിൽ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആ നോട്ട്സ് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ വേണ്ടവർക്ക് ആ നോട്ട്സ് നോക്കിയാൽ മതി. കഴിഞ്ഞ ഫസ്റ്റ് സെം എക്സാമിന് എൻ്റെ വീഡിയോസ് കണ്ടുപോയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്കത് പ്രതീക്ഷിക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ എക്സാമിന് മുമ്പ് തന്നെ. അപ്പോൾ എല്ലാവരും അത് കാണുക, മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആധുനിക കവിത്രയം ആരെല്ലാം? ഉത്തരം കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. രണ്ടാമത്തെ ചോദ്യം, ആദ്യ ജ്ഞാനപീഠം ലഭിച്ച കവി ആര്? കൃതി ഏത്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. മൂന്നാമത്തെ ചോദ്യം, തൻ്റെ മരണശയ്യയിൽ മാന്തളിർ ചാർത്തുവാൻ എന്തെല്ലാമുണ്ടെന്നാണ് കവി വിശ്വസിക്കുന്നത്? ഇടപ്പള്ളിയുടെ മണിനാഥം എന്ന കവിതയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. തൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് രഹസ്യങ്ങളുണ്ട്. എനിക്ക് വിങ്ങിക്കരയാൻ ആ കാരണങ്ങൾ മാത്രം മതി. അവ സ്മരണകളായി വന്ന് തൻ്റെ മരണശയ്യയിൽ മാന്തളിർ തൂകുമെന്നും കവി വിശ്വസിക്കുന്നു. നാലാമത്തെ ചോദ്യം, കാറു വാങ്ങണമച്ഛൻ എന്ന മകൻ്റെ ആഗ്രഹം കേട്ടപ്പോൾ അച്ഛന് മനസ്സിൽ തോന്നിയതെന്ത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് കലോപാസകൻ എന്ന കവിതയിൽ നിന്നാണ്. ഭക്ഷണത്തിനുള്ള അരി വാങ്ങാൻ കഴയ്ക്കുന്ന കാലുകളോടുകൂടി പണം തേടി നെട്ടോട്ടമോടുകയാണ് അച്ഛൻ. ഉത്കണ്ഠയുടെ മുൾക്കിരീടത്തിൻ്റെ കീഴിൽ തൻ്റെ പ്രാണൻ തുടിക്കുകയായിരുന്നു എന്നാണ് കവിയുടെ പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, പ്രകൃതിയിൽ എവിടെയെല്ലാമാണ് സൂതകുമാരൻ കുതിരക്കൊമ്പുകൾ തേടിയത്? കുതിരക്കൊമ്പ് എന്ന കവിതയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. വെയിലിൻ്റെ നേർമയിലും ഇരുളിൻ്റെ കുളിർമയിലും ആകാശത്തിൻ്റെ നീലിമയിലും സൂതകുമാരൻ കുതിരക്കൊമ്പുകൾ തേടി. ആറാമത്തെ ചോദ്യം, നേരത്തെ എത്തിയവരെല്ലാം എങ്ങനെ നടന്നവരാണെന്നാണ് കവി പറയുന്നത്? ഉത്തരം നേരത്തെ എത്തിയവരെല്ലാം നേരെ നടന്നവരാണ്, സത്യത്തിൻ്റെ പാതയിൽ കള്ളവും ചതിയൊന്നും ഇല്ലാതെ നടന്നവരാണ് എന്നാണ് കവി പറയുന്നത്. അടുത്ത ചോദ്യം, ഓർമ്മകൾ തിങ്ങി ഞെരുങ്ങിയ ചുളിവുകൾ നിവർന്നു തുടങ്ങിയാൽ അമ്മ എന്തു ചെയ്യും? ഉത്തരം അമ്മ പതുക്കെ കൈകൾ നീട്ടി നിന്നെ വീണ്ടും കുളിപ്പിച്ചു തുടങ്ങും. എണ്ണയിലും താളിയിലും മുങ്ങി നീ കുളിച്ച് സ്ഫുടമായി തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയിൽ നിന്നാണ് ഈ വരികൾ വന്നത്. എട്ടാമത്തെ ചോദ്യം, അംബ തൻ്റെ അഭിലാഷം ഭീഷ്മരോട് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? ഉത്തരം ഭീഷ്മര് അംബയുടെ അഭിലാഷം മാനിച്ച് കുറെ വൃദ്ധ ബ്രാഹ്മണരെയും ഒരു ധാത്രിയെയും കൂട്ടി അംബയെ സാൽവരാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചു. ഒൻപതാമത്തെ ചോദ്യം, ഉലയിൽ വെച്ച് ഊതിയെടുത്ത തനി പൊന്നായ പ്രണയമാണ് അതിലെ പ്രതിപാദ്യമെന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് പരാമർശിക്കാറുള്ളത്? കർത്താവ് ആര്? കൃതിയുടെ പേര് ലോകോത്തര കൃതികളിൽ ഒന്നെന്ന് പ്രശസ്തമായ ശാകുന്തളമാണ്. അത് എഴുതിയിരിക്കുന്നത് കാളിദാസൻ. പത്താമത്തെ ചോദ്യം, നിരാശ എന്ന കവിതയിൽ ഇടപ്പള്ളി ധ്വനിപ്പിക്കുന്നതെന്ത്? ജീവിതത്തിൻ്റെ വ്യർത്ഥത മരണത്തെ സ്നേഹിക്കാൻ ഇടപ്പള്ളിയെ പഠിപ്പിച്ചു. നിരാശ എന്ന കവിതയിലൂടെ ഈ യാഥാർത്ഥ്യത്തെയാണ് കവി ഭംഗിയായി ധ്വനിപ്പിക്കുന്നത്. 11ാമത്തെ ചോദ്യം, കുരങ്ങനെ പെറ്റ മാൻപേടയുടെ പരിഭ്രമം അമ്മയുടെ കണ്ണുകളിൽ താൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാര്? അമ്മ ആര്? ഉത്തരം
ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മാധവിക്കുട്ടിയാണ്. അമ്മ ബാലാമണി അമ്മയെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 12ാമത്തെ ചോദ്യം, ആവിർഭാവ ദശകങ്ങളിലെ നോവലുകളുടെ പരിമിതി എന്തായിരുന്നു? ഉത്തരം, ആവിർഭാവ ദശകങ്ങളിലെ നോവലുകൾ സമൂഹത്തിൻ്റെ ഭിന്ന ശ്രേണികളിൽപ്പെടുന്ന ജീവിതങ്ങളുടെ സ്വരങ്ങളെ ഉൾക്കൊണ്ടിരുന്നില്ല. സവർണ സമുദായങ്ങളിലെ വരേണ്യരായ വ്യക്തികളുടെ സാർവജനീന വീക്ഷണമായി അവതരിപ്പിക്കുകയായിരുന്നു ആ കൃതികൾ ചെയ്തിരുന്നത്. അപ്പോൾ അതുതന്നെയായിരുന്നു ആവിർഭാവ ദശകങ്ങളിലെ നോവലുകളുടെ പരിമിതി. 13ാമത്തെ ചോദ്യം, തെറ്റാണൂഹമെങ്കിൽ ഞാൻ ചോദിച്ചില്ല. ആര് ആരോടാണ് ചോദിച്ചത്? ഊഹിച്ചതെന്ത്? ഉത്തരം, സൂര്യൻ സൂര്യകാന്തിയോട് ചോദിച്ചതാണ് ഈ വാക്കുകൾ. അതായത് സൂര്യൻ പോകുന്ന സമയത്തൊക്കെ നിർനിമേഷമായിട്ട് നോക്കി നിൽക്കുകയാണ് സ്നിഗ്ധ കണ്ണുകളോട് കൂടിയിട്ട് സൂര്യകാന്തിപ്പൂവ്. സൂര്യകാന്തിക്ക് തന്നോട് എന്തെങ്കിലും പറയാനുണ്ടാകുമോ എന്ന സൂര്യൻ്റെ ഊഹത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 14ാമത്തെ ചോദ്യം, അകൃതവ്രണൻ അംബയോട് പറഞ്ഞതെന്ത്? ഉത്തരം, ഭീഷ്മർ ലോഭവും ഊറ്റവുമുള്ളവനാണ്. അവൻ ജയിച്ച് ഞെളിയുന്നവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടാണ് നീ പകരം വീട്ടേണ്ടത്. കാരണം അദ്ദേഹമാണ് നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഇതാണ് അകൃതവ്രണൻ പറഞ്ഞത്. 15ാമത്തെ ചോദ്യം, മരണത്തെയും സൗന്ദര്യത്തെയും കുറിച്ച് മരിയോപ്രാസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതെന്ത്? ഉത്തരം, കാൽപ്പനികതയുടെ ആത്മവേദന അനുഭവിച്ച ഒരു കവിക്കും മരണത്തെയും സൗന്ദര്യത്തെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. മരണവും സൗന്ദര്യവും സ്നേഹവതികളായ രണ്ട് സഹോദരികളാണ്. ബോദ്ലെയറും യൂഗോയും പാടിയതും ഉദാഹരണ സഹിതം മരിയോപ്രാസ് ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.